ഹായ് ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് 2 രൂപയ്ക്ക് ബട്ടർഫ്ലൈ പാച്ചസ് സെറ്റ് ചെയ്യുന്നത് പഠിക്കണോ? എങ്കിൽ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇതാണ് നമ്മുടെ പൈപ്പ് ക്ലീനർ. പൈപ്പ് ക്ലീനർ ഹാഫായിട്ട് എടുത്ത് ചെറിയ ലൂപ്പ് ഇടത്തക്ക രീതിയിൽ, അതായത് ബട്ടർഫ്ലൈയുടെ നമ്മുടെ ചിറകാണ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റിലിടുന്ന ആ റോള് കുറച്ച് വലുതായിട്ടും രണ്ടാമതിടുന്ന ലൂപ്പ് ചെറുതായിട്ടും വേണം സെറ്റ് ചെയ്യാൻ. ഒരു മിനിമം റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്താൽ ഇതുപോലെ നല്ല എക്സ്റ്റൻഷൻ വരും. കൊമ്പിനായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. കുറച്ചും കൂടെ വലിയ ചിറകുകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും പോലും കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ആ റൗണ്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇനി നമ്മൾ കൊമ്പ് സെറ്റ് ചെയ്യുന്നതിന് ജസ്റ്റ് അതൊന്ന് ഉരുക്കി കൊടുക്കുക. ഉരുക്കുമ്പോൾ സൂക്ഷിക്കണം, അതൊന്ന് മടക്കി വെച്ചിട്ട് വേണം ഉരുക്കാൻ. ചിറകിനോട് ചേർന്നിരുന്നിട്ട് ഉരുക്കിയാൽ ചിറകും കൂടെ ഉരുക്കിപ്പോവും, അത് ശ്രദ്ധിക്കണം. ഇനി കൊമ്പിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് പേൾ ബീഡ്സ്, ചെറിയ വൈറ്റ് പേൾ ബീഡ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വേറെ കളർ കോമ്പിനേഷനുള്ള ബീഡ്സ് സെറ്റ് ചെയ്യാം, ക്രിസ്റ്റൽ ബീഡ്സ് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വേണമെങ്കിലും കൊടുത്താലും നല്ല ഭംഗിയാണ്. സെൻറ്റർ അതിൻ്റെ ബോഡി സെറ്റ് ചെയ്താൽ ഞാൻ ഹാഫ് ബീഡാണ് ഈ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഹാഫ് ബീഡ് ഉണ്ടെങ്കിൽ ഹാഫ് ബീഡ് ഒട്ടിക്കാം, റൗണ്ട് ബീഡ് ഒട്ടിക്കാം. അങ്ങനെ നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് ഡെക്കോർ ചെയ്ത് സെറ്റാക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് പാച്ചസ് പൈപ്പ് ക്ലീനർ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇനി അലിഗേറ്റർ ക്ലിപ്പിലാണ് ആ പാച്ചസ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വാൾ ഡെക്കറായിട്ടും ഇങ്ങനെ ബട്ടർഫ്ലൈസിനെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയാണ്. ഇതുപോലത്തെ മേക്കിംഗ് വീഡിയോസിനായിട്ടായാലും മെറ്റീരിയൽ വീഡിയോസിനായിട്ടായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. താങ്ക്